ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോസ് മീനു. നമ്മൾ കുറേ കാലമായില്ലേ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഞാൻ ഫോണിങ്ങനെ നോക്കുന്ന സമയത്ത് മുന്നേ എടുത്തിട്ടുള്ള കുറച്ച് നല്ല വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അത് തന്നെ എഡിറ്റ് ചെയ്തിടാമെന്ന് കരുതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് സത്യത്തിൽ ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. പക്ഷേ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വാട്ടർ കളറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡ്രോയിങ് ഷീറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ GSM കൂടിയ കട്ടിയുള്ള പേപ്പേഴ്സൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാനിവിടെ സാധാരണ A4 ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഒരു മാസ്കിൻ ടേപ്പൊക്കെ വെച്ച് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു റഫായിട്ടുള്ള ഒരു സെല്ലോ ടേപ്പ് വെച്ചാണ് ഒരു കാർഡ് ബോർഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള പിക്ചർ അത്യാവശ്യം ക്യാൻവാസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു വലിയ സീനറിയാണ്. അതിനെ പേപ്പറിലോട്ടാക്കുന്നത് വളരെ ലിമിറ്റഡ് സെറ്റപ്പിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ പേപ്പർ ആദ്യമേ ഒന്ന് നനച്ചതിന് ശേഷം ഈ വാട്ടർ കളർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ എളുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അത് പക്ഷേ ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. കൂടാതെ ഞാൻ എപ്പോഴും പടം വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ വെച്ചൊന്ന് റഫായിട്ട് എന്താണോ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതി അതിനൊന്ന് പേപ്പറിൽ വരച്ചതിന് ശേഷം മാത്രമേ ഡയറക്റ്റ് പിന്നെ കളർ ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിൽ പെൻസിൽ വെച്ച് തീരെ മാർക്ക് ചെയ്യാതെ ഡയറക്റ്റ് കളേഴ്സ് അപ്ലൈ ചെയ്താണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് മൊത്തത്തിലുണ്ട്. മാത്രമല്ല ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടുള്ള കുറച്ച് പാളീച്ചകൾ ഇതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിലേക്ക് കിടക്കാം. സീനറി എന്ന് പറയുമ്പോൾ എന്തായാലും അതിനകത്ത് പച്ചപ്പും ഹരിതാഭയും ആകാശവും മലനിരകളും അങ്ങനെയുള്ള സംഗതികളൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരിക. ഇതിലും അത്തരത്തിൽ ആകാശവും മലനിരകളും അരുവിയും മരങ്ങളും ഒക്കെയും വരുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നമ്മൾ വളരെ ലിമിറ്റഡ് കളർ ഉപയോഗിച്ചാണ് ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ആകാശം എന്ന് പറയുമ്പോൾ ബേസിക്കലി ബ്ലൂ കളർ കൊടുക്കും. ഇവിടെ മലനിരകൾക്കും ബ്ലൂ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ താഴെ ഞാൻ ഒരു ചെറിയ ഒരു വര വരച്ചിട്ട് താഴ്ഭാഗത്തോട് മൊത്തമായിട്ടും വെള്ളം വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യമേ തന്നെ വെള്ളം വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കളർ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കളറിനെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. താഴ്ഭാഗത്ത് ഒരു അരുവിയാണ് വരയ്ക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വാട്ടർ ബോഡി വരയ്ക്കുന്ന സമയത്ത് മധ്യഭാഗത്ത് കുറച്ച് ലൈറ്റ് ഷെയ്ഡും എന്നാൽ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് കുറച്ചും കൂടെ ഡാർക്കായിട്ട് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഒരേപോലെ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മധ്യഭാഗത്ത് പിന്നെ വൈറ്റ് വെച്ച് നമ്മൾ വീണ്ടും കളർ കൊടുക്കേണ്ടി വരും. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം അടിച്ച് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിങ് അതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മധ്യഭാഗം കുറച്ചൊന്ന് ലൈറ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വാട്ടർ കളേഴ്സിനെ ലെയറായിട്ട് ഉപയോഗിക്കണം എന്നാണ് സാധാരണ പറയാറ്. അതെന്തെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ലൈറ്റ് കളേഴ്സ് ഉപയോഗിച്ച് ഒരു ബേസിക് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കളർ ഉപയോഗിച്ചിട്ട് അടുത്ത ഷെയ്ഡ് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ പടം വരയ്ക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം അടുത്തൊരു ഷെയ്ഡിങ് കൊടുക്കാൻ. അത് വീണ്ടും ഉണങ്ങിയതിന് ശേഷമായിരിക്കണം വീണ്ടും കുറേ കൂടെ ഡാർക്ക് കളേഴ്സ് ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് തവണ പല ലെയറായിട്ട് കൊടുത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു പിക്ചർ ഫൈനൽ ലുക്കിൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ മലനിരകളെ ഡിഫൈൻ ചെയ്തിട്ടില്ലേ, അതിന് താഴോട്ട് ഒരുപാട് കളർ കൊടുക്കേണ്ടതില്ല. കാരണം നമുക്കവിടെ കുറച്ച് മരങ്ങളും പുല്ലുകളൊക്കെ വരച്ച് ചേർക്കേണ്ടതുണ്ട്. ഈ മരങ്ങൾ അല്ലെങ്കിൽ പുല്ലുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത് ഒരു വര വെച്ച് നമ്മൾ അരുവീനെ സെപ്പറേറ്റ് ചെയ്തില്ലേ, അതിന് തൊട്ട് മുകൾ ഭാഗത്തു നിന്ന് വേണം ഈ പച്ചപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് ഞാനൊരു പഴയ ബ്രഷിൽ പച്ച കളർ എടുത്ത് അതിലൊന്ന് താഴ്ഭാഗം ഒപ്പി കൊടുക്കുന്നുണ്ട്. പഴയ ബ്രഷ് കൈവശം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പുതിയ ബ്രഷിൽ ഇങ്ങനെ ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പുതിയ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഹെയർസ് ഒരുമാതിരിയായി പിന്നെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത കണക്കാവും. ഇതിന് പകരം നമുക്ക് ചകിരിനാരൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അത് കുറച്ചൊന്ന് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കളറിൽ മുക്കി ഒപ്പിക്കൊടുത്താലും ഈ ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പുല്ല് വളരെ എളുപ്പത്തിൽ ഒരു പച്ചപ്പ് ഫുൾ ഒരു വലിയ ഒരു ഗ്രൗണ്ടിൽ പച്ചപ്പ് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം കുറച്ച് മരങ്ങൾ വരയ്ക്കണം. മരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മരങ്ങളല്ല, പൈൻ മരങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ, ഒന്നുകിൽ ബ്രൗൺ എടുക്കാം അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളർ വെച്ച് കുറച്ച് ലൈൻ വരയ്ക്കണം, വെർട്ടിക്കൽ ലൈൻസ്. നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് മരങ്ങൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ വരയ്ക്കരുത്, കുറച്ച് ചെറുതും വലുതും ഒക്കെ ആയിട്ട് വരയ്ക്കണം. അതിൽ ചിലതൊക്കെയും സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, കുറച്ചൊക്കെ വളഞ്ഞു വേണമെങ്കിലും വരയ്ക്കാം. എന്നുവെച്ചാൽ എല്ലാം ഒരേപോലെ വരച്ചു കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗി തോന്നത്തില്ല. ഇനി ഞാൻ വരച്ചിരിക്കുന്ന മെയിൻ തടിയുടെ ഇരുവശത്തുമായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണം അതിൻ്റെ ശിഖരങ്ങൾ വരച്ചു കൊടുക്കാൻ.
ബേസിക്കലി നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വരയ്ക്കുന്ന അറിയത്തില്ലേ, അതുപോലെയാണ് നമ്മൾ പൈൻ മരങ്ങൾ വരയ്ക്കുന്നത്. മുകൾ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ ശിഖരങ്ങളും താഴോട്ട് വരുന്തോറും വലിയ വലിയ ശിഖരങ്ങളും. ഒരുപക്ഷെ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഈ ശിഖരങ്ങൾ താഴ്ഭാഗത്ത് കുറച്ചും കൂടി ഡാർക്ക് കളേഴ്സിലും എന്നാൽ മുകളിലോട്ട് പോകുമ്പോൾ ചെറിയ ശിഖരങ്ങൾ ലൈറ്റ് കളേഴ്സും കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നും. ഞാനിപ്പോൾ ആ ഒരു വലിയ മരത്തിൽ അങ്ങനെ കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് മുകൾ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഈ ശിഖരങ്ങളൊക്കെ വരച്ചതിന് ശേഷം അതിൻ്റെ മെയിൻ തടിയിലെ സെൻറ്റർ, ആ തടിയിൽ നമ്മൾ വാട്ടർ മാത്രം വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് ഭാഗത്ത്, അതായത് സെൻറ്റർ പോർഷനിൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് തോന്നും. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ വരയ്ക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും എന്താ ഉദ്ദേശിച്ചതെന്ന്. അതെനിക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ കറക്റ്റ് മനസ്സിലാവും. ഇത് കണക്ക് നമുക്ക് കുറച്ച് കൂടുതൽ മരങ്ങൾ ഇവിടെ ഒന്ന് വരച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ അടുത്ത് കാണുന്ന മരങ്ങൾ കുറച്ച് വലിപ്പത്തിലും ദൂരോട്ടുള്ളത് കുറച്ച് ചെറുതുമായിട്ട് വേണം വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് വലിപ്പത്തിലും ചെറുതുമായിട്ടും വേണം വരയ്ക്കാൻ. ഇതുപോലെ കുറച്ച് മെയിനായിട്ടുള്ള മരങ്ങളൊക്കെ തന്നെയും വരച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ള ഭാഗങ്ങൾ കാണുമല്ലോ, അവിടെയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പച്ച കളർ മുക്കി ഒന്ന് ഒപ്പിക്കൊടുക്കണം. അപ്പോൾ പുല്ലൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു പച്ചപ്പ് ഫീൽ ചെയ്യും. ഞാൻ ഈ മെയിൻ ട്രീസ് വരയ്ക്കുന്നതിന് ഇടയ്ക്കൂടെ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ വരച്ച വലിയ മരങ്ങളെക്കാളും കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നിയത് ഇപ്പോൾ ദൂരോട്ട് വരയ്ക്കുന്ന ആ ഒരു മരത്തിനാണ്. അതൊരു ടിപ്പിക്കൽ ക്രിസ്മസ് ട്രീ എഫക്റ്റൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. വരയ്ക്കുന്ന എൻ്റെ തോന്നലുകൾ മാത്രം പോരല്ലോ, കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുമായിരുന്നെങ്കിൽ എനിക്കതിനനുസരിച്ച് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡ്രോയിങ് വീഡിയോ ആണോ, അതേ ക്രാഫ്റ്റ് ആണോ, ഇനി മറ്റേതെങ്കിലും ടൈപ്പ് വീഡിയോസ് ആണോ കാണാൻ ഇഷ്ടമുള്ളത്, അതെന്താണെങ്കിലും അതൊന്ന് കമൻറ്റിൽ പറയാമോ? എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാക്സിമം അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഈ പറഞ്ഞ പോലെ മരങ്ങളും പുല്ലും ഒക്കെയും വരച്ചിട്ടും വീണ്ടും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ തിക്കായിട്ട് കാണിക്കാൻ വേണ്ടി ബ്രൗൺ കളർ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്യാം. അതായത് ഈ മരത്തിൻ്റെ താഴ്ഭാഗത്ത് മാത്രമായിട്ട്. മാത്രമല്ല ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു തടാകത്തിനരികത്താണല്ലോ, അപ്പോൾ ഈ മരങ്ങളുടെ നിഴൽ തടാകത്തിലൊന്ന് കാണിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്കൊന്നെങ്കിൽ ബ്ലാക്ക് കളർ എടുക്കാം, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ എടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മരം വരച്ചിരിക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിലല്ലേ, അപ്പോൾ നിഴൽ വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് മുകൾ ഭാഗം വീതി കൂടിയും താഴോട്ടേക്ക് വീതി കുറഞ്ഞുള്ള രീതിയിൽ വേണം ഷെയ്ഡ് കൊടുക്കാൻ. നിഴലെന്ന് പറയുമ്പോൾ അത്ര പ്രോപ്പറായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര ഡിഫൈൻ ചെയ്തൊന്നും കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് മേൽഭാഗത്തുനിന്ന് താഴോട്ടേക്ക് വീതി കുറഞ്ഞു വരുന്ന വിധത്തിൽ ഒന്ന് ഡാർക്ക് കളർ വെച്ചൊന്ന് ഷെയ്ഡ് കൊടുത്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോഴേക്കൊരു നിഴലിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതും കഴിഞ്ഞ് ആ ബാക്കിയുള്ള മരത്തിനിടയിലുള്ള സ്പേസൊക്കെ തന്നെയും പച്ച വച്ചൊന്ന് ഒപ്പിയെടുക്കുന്നതോടുകൂടി നമ്മുടെ ഫൈനൽ ടച്ചപ്പ് എല്ലാം കഴിയും. നമ്മളുടെ മെയിനായിട്ടും പച്ചയും നീലയും കളർ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് വെള്ളം വെച്ച് ഡൈല്യൂട്ട് ചെയ്തും ഡാർക്കാക്കിയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്